ലോവർ ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്, ഇതിൽ കുറച്ചുകൂടി കൂടുതലാണ്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ലോവർ ടെമ്പറേച്ചർ റീജിയനിൽ എന്ന് പറയുന്നത് ഈ ഒരു വേവ് ലെങ്ത് മാക്സിമം എന്ന് പറയുന്നത് ആക്ച്വലി നിൽക്കുന്നത്, അതായത് എമിറ്റഡ് റേഡിയേഷൻ്റെ ആ ഒരു വേവ് ലെങ്ത് മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പെക്ട്രയിൽ നമുക്ക് ആ വേവ് ലെങ്ത് മാക്സിമം ഏറ്റവും കൂടുതൽ നിൽക്കുന്നതെന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, എന്നാൽ ഹയർ ടെമ്പറേച്ചറിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു വേവ് ലെങ്ത് മാക്സിമം നമ്മൾ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത് വിസിബിൾ റീജിയനിലാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ദെൻ ദ ബോഡി ബിഗിൻസ് ടു ഗ്ലോ, അതും കൂടി അതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻറ്റൻസാണ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പറയുന്നത്. അതായത് ലോവർ ടെമ്പറേച്ചർ സെറ്റിംഗ്, വേവ് ലെങ്ത് മാക്സിമം ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ഈസ് ലാർജ്ലി ഇൻ ഇൻഫ്രാറെഡ് റീജിയൻ. അപ്പോൾ വേവ് ലെങ്ത് മാക്സിമം ഇൻഫ്രാറെഡ് റീജിയനിൽ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കാണുന്നതെങ്കിൽ, ബട്ട് ഷിഫ്റ്റഡ് ടു ദ വിസിബിൾ റീജിയൻ അറ്റ് ഹൈ ടെമ്പറേച്ചറിലേക്ക് എത്തുന്ന സമയത്ത് വിസിബിൾ റീജിയനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു വേവ് ലെങ്ത് മാക്സിമം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ദെൻ ദ ബോഡി ബിഗിൻസ് ടു ഗ്ലോ. ഓക്കെ, അപ്പം ദെൻ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി, ലൈറ്റിൻ്റെ ഒരു ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു പറഞ്ഞു. അത് പറയുന്നത് എനർജി, വേവിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഫ്രീക്വൻസിനോ വേവ് ലെങ്തിനോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ചിട്ട് ഇറ്റ് ഈസ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് എക്സ്പെരിമെൻ്റൽ കർവ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബോഡി സ്പെക്ട്രയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പെരിമെൻ്റൽ കർവ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ മാക്സ് പ്ലാങ്ക് ആണ് അതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ഷെയ്ഡഡ് കർവ് ഇവിടെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. 1500 കെൽവിൻ്റെ നമ്മൾ ഷെയ്ഡഡ് കർവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഡിയേറ്റഡ് വേവ് ലെങ്ത് അറ്റ് 1500 കെൽവിൻ പ്രഡിക്റ്റഡ് ബൈ വേവ് തിയറി വിച്ച് ഈസ് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് അഗ്രിമെൻറ്റ് വിത്ത് എക്സ്പെരിമെൻ്റൽ ഫൈൻഡിങ്സ്. അപ്പോൾ വേവ് തിയറി വെച്ചിട്ട് കിട്ടിയ ആ ഒരു എക്സ്പെരിമെൻ്റൽ ഫൈൻഡിങ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ആക്ച്വലി അതായത് വേവ് തിയറി വെച്ച് പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ 1500 കെൽവിനിൽ എങ്ങനെയായിരിക്കും ആ ഒരു റേഡിയേറ്റഡ് വേവ് ലെങ്ത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഇവിടെ ഒരു ഡാഷ് ലൈൻ ഇട്ടിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ഫൈൻഡിങ്ങിൽ നിന്ന് തീർത്തും എന്താണ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ചിട്ട് നമുക്ക് ഈ സ്പെക്ട്രൽ ഈ ഒരു ഡാഷ്ഡ് കർവ് സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ മാക്സ് പ്ലാങ്ക് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു എന്താ പറയുക എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്ലാക്ക് ബോഡി സ്പെക്ട്രയെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ആ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ ആൻഡ് പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ്. ഇതാണ് നെക്സ്റ്റ് വൺ. ഈ പ്ലാങ്ക്സിൻ്റെ തിയറീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം മാക്സ് പ്ലാങ്ക് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഹി പ്രപ്പോസ് എ തിയറി ആൻഡ് എൻ എക്സ്പെരിമെൻ്റൽ ഇക്വേഷൻ. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഈ ലാംഡ ബിക്കം ഈക്വൽ ടു 8πhc ഡിവൈഡ് ബൈ ലാംഡ റേസ് ടു 5 ഇൻറ്റു 1/e⁻hc ഡിവൈഡ് ബൈ kT ലാംഡ -1. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ്